ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിഗ്രി അഡ്മിഷൻ 2024 ബന്ധപ്പെട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ കോളേജിൽ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ, MG, കേരള 4 യൂണിവേഴ്സിറ്റിയിലും ഏകദേശം ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തന്നെയാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സുകൾ ഏതൊക്കെയാണ്, പിന്നെ റിസർവേഷൻ ഡോക്യുമെൻറ്റ്സുകളുടെ വാലിഡിറ്റി എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഡിഗ്രിയുടെ ഓരോ അപ്ഡേറ്റ്സിനായിട്ടും നമ്മുടെ ചാനലും കൂടെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആദ്യം തന്നെ വേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് ആണ്. അതായത് നിങ്ങളിപ്പോൾ രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് നിങ്ങളുടെ ഒരു ഫയൽ സബ്മിഷൻ പേജ് വരുന്നുണ്ട്. ആ ഒരു പേജിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്ത് വെക്കുക. ആ പേജ് പ്രിൻറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എഡിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഫയൽ സബ്മിഷൻ കൊടുത്ത് ആ ഒരു പുതിയ പ്രിൻ്റ് ഔട്ടാണ് എടുത്ത് വെക്കേണ്ടത്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം തന്നെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ടാണ്. നെക്സ്റ്റ് വേണ്ടത് നിങ്ങളുടെ ഓൺലൈൻ ഫീ റെസിപ്റ്റ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്തും നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്ത് നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റും യൂണിവേഴ്സിറ്റി ഫീ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു റെസിപ്റ്റ് നിങ്ങൾ എടുത്തു വെക്കേണ്ടതാണ്. പിന്നെ വേണ്ടത് അലോട്ട്മെൻറ്റ് മെമ്മോയാണ്. അത് ചില യൂണിവേഴ്സിറ്റികൾ അഡ്മിറ്റ് കാർഡ് എന്നും പറയാറുണ്ട്. അപ്പം ആ ഒരു അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷമാണ് നിങ്ങളുടെ വെബ്സൈറ്റിൽ വരുന്നത്. ആ ഒരു ടൈമിൽ നിങ്ങൾ അതും കൂടെ എടുത്തു വെക്കേണ്ടതാണ്. പിന്നെ നിങ്ങളുടെ +2ൻ്റെ മാർക്ക് ലിസ്റ്റ് ആണ് വേണ്ടത്. അതിനുശേഷം വേണ്ടത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനായിട്ട് SSLC സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാനായിട്ടും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് ആയാലും മതി. നെക്സ്റ്റ് പറയുന്നത് TC, അതായത് നിങ്ങൾ ലാസ്റ്റ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആണ്, അത് വേണം. TCക്ക് പ്രത്യേകിച്ച് വാലിഡിറ്റി ഇല്ല. നിങ്ങൾ ഏത് വർഷം പഠിച്ചിറങ്ങിയാലും ആ ലാസ്റ്റ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ TC ആയിരിക്കണമെന്നേ ഉള്ളൂ. നെക്സ്റ്റ് പറയുന്നത് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ആണ്, അതായത് സ്വഭാവ സർട്ടിഫിക്കറ്റ്. അത് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് TCയോടൊപ്പം തന്നെ ഈ ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും കിട്ടും. ഈ ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 6 മാസമാണ്. ഇപ്പം ഈ 2024 അല്ലാതെ ഇതിന് മുൻപേ ഉള്ള ബാച്ചുകളിൽ പഠിച്ചിറങ്ങിയവരാണെങ്കിൽ നിങ്ങളുടെ വാലിഡിറ്റി തീർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് സീൽ ചെയ്ത് വാങ്ങുക. ഇനിയും വരുന്നത് റിസർവേഷൻ കാറ്റഗറീസ് ആണ്. അതായത് ഇപ്പം EWS കാറ്റഗറി, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗക്കാർ. അപ്പം അവർക്കായിട്ട് EWS സർട്ടിഫിക്കറ്റ്, ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 വർഷമാണ്. അപ്പോൾ വില്ലേജ് ഓഫീസറിൽ നിന്നുമുള്ള EWS സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം. അടുത്തത് പറഞ്ഞത് നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് SCBC കാൻഡിഡേറ്റ്സിനാണ്. OBC വിഭാഗത്തിൽ വരുന്നവർക്കും അതുപോലെ തന്നെ ചില OEC വിഭാഗത്തിൽ വരുന്നവർക്കും ഈ ഒരു നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അതിൻ്റെ വാലിഡിറ്റിയും 1 വർഷമാണ്. അതും വില്ലേജ് ഓഫീസറിൽ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പം ചില OEC കാറ്റഗറി നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു ലിസ്റ്റ് നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാറ്റഗറി OEC വിഭാഗത്തിൽ വരുന്ന ഏത് കാറ്റഗറി ആണെന്നുള്ളത് നിങ്ങൾ ആ ഒരു പ്രോസ്പെക്ടസിൽ നോക്കി മനസ്സിലാക്കുക. ഇനി OEC വിഭാഗത്തിൽ വരുന്നവർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ്. ഫീസ് ആനുകൂല്യങ്ങളൊക്കെ കിട്ടേണ്ടവർ ഇൻകം സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കേണ്ടതാണ്. അപ്പം ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെയും കാലാവധി 1 വർഷമാണ് വരുന്നത്. ഇനിയും SC/ST വിഭാഗക്കാരാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 3 വർഷമാണ്. ഇനി അടുത്തത് NCC, NSS, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, പിന്നെ എക്സ് സർവീസ്മെൻറ്റ് ആപ്ലിക്കൻസ്, ഇങ്ങനെയുള്ളവർക്ക് 15 മാർക്ക് ബോണസ് പോയിന്റ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ അതാത് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം. നിങ്ങളുടെ ഹയർ സെക്കൻഡറി ലെവൽ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വെയിറ്റേജ് പോയിന്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുപോലെ NCC, NSS, ഡയറക്ടറേറ്റ് ഓഫ് NCC, NSSൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് രാജ്യപുരസ്കാർ, നന്മപുരസ്കാർ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് 15 പോയിന്റ് ബോണസ് മാർക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ എക്സ് സർവീസ്മെൻ, അതുപോലെ ജവാന്മാരുടെ ആശ്രിതർക്ക്, ഇങ്ങനെയുള്ളവർക്കൊക്കെ ബോണസ് പോയിന്റ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് അവർ മിലിറ്ററി അതോറിറ്റീസിൽ നിന്നുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഇനി വെയിറ്റേജ് പോയിന്റ്സ് ലഭിക്കുന്നവർക്ക് ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ മാത്രമേ വെയിറ്റേജ് പോയിന്റ് ലഭിക്കുകയുള്ളൂ. ഇപ്പം നിങ്ങൾ പല കാറ്റഗറിയിൽ ഉണ്ടെങ്കിൽ കൂടെയും ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ ഉള്ള വെയിറ്റേജ് പോയിന്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ. പിന്നെ പറയുന്നത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നമ്മുടെ HSC, VHSC, CBSE ഈ ഒരു വിഭാഗക്കാരല്ലാതെ മറ്റേതെങ്കിലും ബോർഡിൽ നിന്നും +2 പാസ്സായവരാണെങ്കിൽ അങ്ങനെയുള്ളവർ അതാത് യൂണിവേഴ്സിറ്റികളിൽ നിന്നും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ മേലെ പറഞ്ഞ HSC, VHSC, അതുപോലെ CBSE ഇങ്ങനെയുള്ള ബോർഡ് അല്ലാതെ പുറമെയുള്ള മറ്റേതെങ്കിലും ബോർഡിൽ നിന്നും +2 പാസ്സായവരാണെങ്കിൽ നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഓക്കെ.
പിന്നെ കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ് കോട്ടയിലേക്കൊക്കെ അപ്ലൈ ചെയ്യുന്നവർ ആ ഒരു ഇപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിലേക്കാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഏത് പെർഫോമൻസിൻ്റെ സർട്ടിഫിക്കറ്റ് ആണോ അത് നിങ്ങൾ ഒറിജിനൽ കരുതണം. പിന്നെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി നിങ്ങൾ കരുതിക്കൊള്ളുക. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം കോപ്പി നിങ്ങൾ എടുത്ത് വെക്കുക. നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ പോകുമ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനലാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അവർ കോപ്പി അവിടെ കളക്ട് ചെയ്ത് വെക്കും. ശേഷം ഒറിജിനൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് തിരിച്ചു തരും. അപ്പോൾ എല്ലാത്തിൻ്റെയും കോപ്പിയും കൊണ്ട് നിങ്ങൾ കരുതിക്കൊള്ളുക. അപ്പം ഏകദേശം ഇത്രയും സർട്ടിഫിക്കറ്റുകളൊക്കെയാണ് നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ കരുതേണ്ടത്. ഈ പറഞ്ഞ 4 യൂണിവേഴ്സിറ്റികളിലും ഏകദേശം ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ വരികയുള്ളൂ. ബാക്കി ഏകദേശം ഇതേ സർട്ടിഫിക്കറ്റുകൾ തന്നെയായിരിക്കും വേണ്ടി വരിക. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക്